ഹലോ ഗൈസ്, ഈ ഫ്ലവേഴ്സ് എങ്ങനെയുണ്ട് കാണാൻ? നല്ല രസമല്ലേ? അപ്പോൾ നമുക്കിന്ന് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ സ്റ്റെമ്മാണ് റെഡിയാക്കേണ്ടത്. ഇതിന് ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ടിത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ലീവ്സാണ് റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം ദിവസമായി. കറക്റ്റ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഒരു മാസം മുന്നെയാണ്. ഫോണിന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ആദ്യം വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ. പിന്നെ വീഡിയോസ് ഇടാൻ ലേറ്റ് ആയപ്പോൾ പിന്നെ എനിക്ക് മടി പിടിച്ചു. അപ്പോൾ പിന്നെ ഒരുപാട് ലേറ്റ്. അപ്പോൾ ലാസ്റ്റ് ടൈം വിചാരിച്ചു മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ വീഡിയോസ് ഇനി മുതൽ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. നമുക്ക് ഫ്ലവറിൻ്റെ പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മടക്കിയിട്ട് വേണം നമ്മൾ അത് ക്ലൂ ചെയ്ത് വെക്കാൻ. അപ്പോഴേ നമ്മുടെ പെറ്റൽസ് ഒന്ന് വിടർന്ന് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ വേറൊരു പീസും കൂടി ഉണ്ടാക്കിയെടുക്കണം. കാരണം സ്റ്റെമ്മിലേക്ക് ചുറ്റുമ്പം ഇത് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സ്ട്രാ ജോയിൻ ചെയ്ത് വെക്കുന്നത്. ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചാണ് നമ്മളിത് ജോയിൻ ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ പല കളേഴ്സിൽ ചെയ്തെടുത്തിട്ട് ഫ്ലവർ വൈസിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. പറ്റുന്നവരൊക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ പുതിയ ആർട്ട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബായ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ